സംസ്ഥാനത്തെ അംഗനവാടികളിലെ കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു വനിതാ ശിശുവികസന വകുപ്പ് പരിഷ്കരിച്ചു. അംഗൻവാടിയിൽ ബിരിയാണി വേണമെന്ന ദേവികുളങ്ങര പഞ്ചായത്തിലെ 1-ാം നമ്പർ അംഗനവാടിയിൽ പഠിക്കുന്ന ത്രജൽ എസ് സുന്ദർ എന്ന ശംഖുവിന്റെ ആവശ്യം സാധിച്ചുകൊടുത്ത മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ നടന്ന അംഗനവാടി പ്രവേശന ഉത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു പ്രകാശനം ചെയ്യുകയായിരുന്നു. അംഗൻവാടിയിൽ ബിരിയാണി വേണമെന്ന ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ പ്രയാർ കിണറുമുക്കിലെ 1-ാം നമ്പർ അംഗൻവാടിയിൽ പഠിക്കുന്ന ത്രിജൽ എസ് സുന്ദർ എന്ന ശംഖുവിന്റെ ആവശ്യം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ട? ബിരിയാണി, ബിരിയാണിയും എന്തോ കോഴി പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. നിന്റെ പ്ലാന് തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു അംഗനവാടിയിലെ ഒരു കുഞ്ഞ് ശംഖു, അവന്റെ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു. അവന് ബിരിയാണിയും കോഴിക്കാലും വേണമെന്നാണ്, കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ് ആ മോൻ ആവശ്യപ്പെട്ടത്. ഭയങ്കര വൈറലായിരുന്നു. അതിന് ശേഷം അവന്റെ അംഗനവാടി തന്നെ ആ മോന് കൊടുത്തു. ഒരുപാട് അംഗനവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ടായി. അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഉപ്പുമാവ് വേണ്ട, എനിക്ക് ഉപ്പുമാവിന് പകരം എനിക്ക് ബിരിയാണി തന്നാൽ മതി എന്ന് ശംഖു പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ചു ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അംഗനവാടികൾ. ഞാൻ പറഞ്ഞല്ലോ, ആഴ്ച 2 ദിവസം മുട്ടയായിരുന്നു, അത് നമ്മളിപ്പോ 3 ദിവസം മുട്ടയാക്കിയത്. അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അംഗൻവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ വൈറൽ വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഭക്ഷണ മെനു പരിഷ്കരണം നടപ്പാക്കിയിരിക്കുന്നത്. പ്രയാർ വടക്ക് പുന്നക്കുഴിയിൽ സോമസുന്ദറിന്റെയും അശ്വതിയുടെയും മകനാണ് ശംഖു. മന്ത്രി പറഞ്ഞത് പ്രകാരം അംഗൻവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു വനിതാ ശിശുവികസന വകുപ്പ് പരിഷ്കരിച്ചിരിക്കുകയാണ്. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകരമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണ മെനു പരിഷ്കരിച്ചിരിക്കുന്നത്. അംഗൻവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത്. ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണ മെനു നടപ്പാക്കുന്നത്. പത്തനംതിട്ടയിൽ നടന്ന അംഗൻവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലാണ് അംഗൻവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത്. ശംഖുവിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണ മെനു പരിശോധിക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. തുടർന്ന് വനിതാ ശിശുവികസന വകുപ്പ് വിവിധ തലങ്ങളിൽ യോഗം ചേർന്നാണ് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി ഭക്ഷണ മെനു പരിഷ്കരിച്ചത്. മുട്ട ബിരിയാണിയും പുലാവും ഒക്കെ ഉൾപ്പെടുത്തിയാണ് പുതിയ മെനു വന്നിരിക്കുന്നത്. 2 ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും 3 ദിവസം വീതമാക്കിയിട്ടുണ്ട്. പുതിയ മെനു പ്രകാരം വ്യത്യസ്ത തരം ഭക്ഷണങ്ങളാണ് നൽകുക. അതേസമയം മന്ത്രിയോട് നന്ദി പ്രകടിപ്പിക്കാനും ശംഖു മടിച്ചില്ല. ശംഖു ഹാപ്പിയായി മന്ത്രി ആന്റിക്ക് താങ്ക് യു എന്നതായിരുന്നു ശംഖുവിന്റെ പുതിയ വീഡിയോ. CDNet ന്യൂസ്, കായംകുളം.